ശിലേറ്റ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പരിശുദ്ധ കന്യാമറിയത്തിന്റെ സന്ദർശന തിരുനാളാണ്. പരിശുദ്ധ കന്യാമറിയം സ്നാപയോനന്റെ അമ്മയായ എലിസബത്തിനെ അഭിവാദനം ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഓർക്കുന്നത്, പ്രത്യേകമായിട്ട് ഓർക്കുന്നത്. ഏലീശ പുണ്യവതിയെ മറിയം ചെന്ന് കണ്ടതിനെ ഓർക്കുന്ന തിരുനാളാണ് ഇന്നത്തെ സന്ദർശന തിരുനാള്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. ആദ്യമേ തന്നെ സ്നേഹമുള്ള ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ വായിച്ചായിട്ട് സ്നാപയോനന്റെ പ്രസംഗമാണ്. സ്നാപയോനൻ ഇവിടെ പറയുകയാണ്, വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെക്കപ്പെട്ട് കഴിഞ്ഞു, നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടുമെന്ന് പറയുകയാണ്. കൃത്യമായിട്ട് സ്നാപയോനൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതം കൊണ്ട് നല്ല ഫലങ്ങൾ നിങ്ങൾ പുറപ്പെടുവിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, മറിച്ച് നല്ല ഫലങ്ങളല്ല നിങ്ങളുടെ ജീവിതം കൊണ്ട് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വിധിക്ക് നിങ്ങൾ പാത്രമാകേണ്ടി വരുമെന്ന് കൃത്യമായിട്ട് പറയുകയാണ്. സ്നാപയോന്റെ വചനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെയാണ് സ്നാപയോന് ഇത്രമാത്രം തീക്ഷ്ണത വന്നതെന്ന് ഓർക്കുമ്പോൾ അതാണ് ഇന്നത്തെ തിരുനാളിന്റെ ചരിത്രത്തിൽ നമ്മൾ പറയുന്നത് അല്ലേ. പരിശുദ്ധ കന്യാമറിയം എലീശ പുണ്യവതിയെ വന്ന് കാണുമ്പോൾ അഭിവാദന സ്വരം കേട്ടപ്പോൾ തന്നെ എലീശ പുണ്യവതിയുടെ വയറ്റില് സ്നാപയോനൻ ശിശു ഇങ്ങനെ കുതിച്ചു ചാടിയെന്നാണ് പറയുന്നത്. അതായത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവവചനത്താൽ നിറഞ്ഞവനായിരുന്നു സ്നാപയോനൻ. ആ ഒരു വിശുദ്ധി സ്നാപയോനന്റെ ജീവിതത്തിൽ ഉടനീളം ലഭിച്ചു എന്നുള്ളതാണ്. നമ്മൾ വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ മാതാപിതാക്കള് ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ വിശുദ്ധിയിൽ ജീവിച്ചാൽ ഒരുപക്ഷെ വേര് വിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ എന്ന് പറയുന്ന വചനം അനുസരിച്ച് മാതാപിതാക്കൾ വിശുദ്ധിയിൽ ജീവിച്ചാൽ ആ വിശുദ്ധിയുടെ ഒരു അംശം മക്കളിലേക്കും പകരപ്പെടും എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗവും ലേഖനഭാഗവും വായിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയെ വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട്, ദൈവവചനത്താൽ നിറഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.